ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്റ്റീഫന്റെ വീടല്ലേ? അതെ സിസ്റ്റർ. വാ അകത്തോട്ടിരിക്കാം. വാ ഇരിക്കും സിസ്റ്ററെ. കുറച്ച് വെള്ളം. തരാവേ. ഞാൻ ഇച്ചിരി കാപ്പി എടുക്കാം. ഇരിക്കും. സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അറിയായിരുന്നോ സിസ്റ്ററെ? എന്താ? സ്റ്റീഫൻ ഞങ്ങളുടെ പള്ളിയിൽ അനാഥാലയത്തിൽ സംഭാവന ചെയ്യാറുണ്ടായിരുന്നു. ഓ, അങ്ങേരെ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ കൊടുത്തു തീർത്ത എല്ലായിടത്തും. സ്റ്റീഫന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും വരുമ്പം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെയും പിന്നെ കുറച്ച് പണവും കൊണ്ടുവരും. മരിച്ചറിഞ്ഞ് വന്നായിരിക്കും അല്ലയോ? എന്നാ പറ്റിയേ? ഓ, ഒന്നും പറയണ്ട. പോലീസുകാര് വിളിച്ചിറക്കി കൊണ്ടുപോയതാ, പിന്നെ വന്നില്ല. സാധാരണ മരണമെന്നൊക്കെയാ സാറുമാര് പറഞ്ഞു. ആർക്കറിയാം. അങ്ങനെ അസുഖം വല്ലതും ഉണ്ടായിരുന്നു? ഓ, ഒരു അസുഖവും ഇല്ലായിരുന്നു. എവിടെയാ അടക്കിയേ? കല്ലറയില്. ഇവിടുത്തെ പള്ളിയിലാ. ഇതാരാ? എന്റെ ആങ്ങളെ. സ്റ്റീഫൻ ജോലിക്ക് വേണ്ടി ഒത്തിരി യാത്രകളൊക്കെ ചെയ്തിരുന്നോ? ഓ, ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. എങ്ങോട്ടാ പൊക്കോണ്ടിരുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അറിയണമല്ലോ. കന്യാസ്ത്രീമാരോട് അങ്ങനെയൊന്നും പറയല്ലേ, ദൈവകോപം ഉണ്ടാവും കേട്ടോ. അവസാനമായിട്ട് തെന്മലപ്പള്ളി പോയ കാര്യം പറഞ്ഞായിരുന്നു. അവിടുന്ന് വന്നിട്ട് വലിയ സന്തോഷത്തിലായിരുന്നു. സിസ്റ്ററിന്റെ പള്ളിയാണോ അത്? അല്ല, ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആണോ? എന്തുവാ സാറേ ഇതെന്തോ? ഇപ്പോ എല്ലാവരും നന്നായിട്ട് അടിച്ചു ഓർമ്മിക്കും. ഒന്ന് കൊണ്ടുപോകല്ലേ? മറന്നില്ലേ? അവിടെ ഇല്ലെന്നേ സാറേ. ഏതെങ്കിലും കൊടംപുളിയാ? എന്തോ ഈ കാണിക്കുന്നേ? അയ്യോ സാറേ, അങ്ങേരിപ്പോ അങ്ങനെയൊന്നും പോകത്തില്ലായിരുന്നു. എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു സാറേ. അങ്ങേര് മരിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കിട്ടിയ കാർഡാ സാറേ. ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് പ്രാർത്ഥനയാ. ഭക്തിമാർഗമായിരുന്നല്ലേ? ആണ് സാറേ. മനസ്സിലായി. ആണ്ട് എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നു സാറേ. ഞാൻ പറഞ്ഞില്ല അങ്ങേര് ഇവിടെ ഒന്നും വെക്കാറില്ല. പിന്നെ വേറെ എവിടെ വെക്കുന്നേ? അങ്ങനെയല്ല, അതല്ല സാറേ. സാറേ പാവം മരിച്ചു പോയില്ല സാറേ. ഇട്ടേക്ക് സാറേ. പാവം മനുഷ്യൻ. വിവരം അറിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നായിരുന്നു സാറേ. പരിചയമില്ലാത്തവരാ വന്ന? അങ്ങേരുടെ കുറെ കൂട്ടുകാര്, പിന്നെ നാട്ടുകാര്, പിന്നെ പള്ളിയിൽ നിന്ന് വന്നു ഒരു കന്യാസ്ത്രീ. ഏത് കന്യാസ്ത്രീ? അത് ഞാൻ ഈ പള്ളിയില് അനാഥാലയങ്ങൾക്കൊക്കെ കാശ് കൊടുക്കായിരുന്നേ. പിന്നെ വാർഡ് മെമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
ഇനിയിപ്പം മന്ത്രിയോ ബിഷപ്പോ ആരാണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ കള്ളനായിരുന്നെങ്കിൽ അങ്ങേരെ ഒരു നല്ല ആളായിരുന്നു സാറേ. നല്ലൊരാളായിരുന്നല്ലേ? ബാ. നല്ലൊരാളെ കണ്ടാ പറയണം കേട്ടോ, അറസ്റ്റ് ചെയ്യാനാ. മാമ, ഇത് ഞങ്ങളുടെ ക്ലാസ് ഫോട്ടോയാ. അടുത്ത ആഴ്ച ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേയാ. ഞാനൊരു സ്കിറ്റിലുണ്ട്, കാണാൻ വരുമോ? നീയല്ലേ ഇത്? ആ. പായസം എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നൂടെടോ. നല്ല തിരക്കാണ്. ഞാനിപ്പോൾ അന്വേഷിക്കുന്ന കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. നിനക്കൊരു കല്യാണാലോചനയൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. നിന്നെപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഉമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ആ അതെ, നീ തിരുത്തി പിടിക്കേണ്ട സമയമുണ്ട്. ദേ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതിനൊരു തീരുമാനം പറഞ്ഞിട്ട് ഫോൺ എടുക്കടോ. ഹലോ, സെർച്ച് കഴിഞ്ഞോ? അവിടെ നിന്നൊന്നും കിട്ടിയില്ല സാർ. അയാളെ കിട്ടുന്നൊന്നും വീട്ടിൽ വെക്കാറില്ല. നാട്ടുകാർ പറയുന്ന തുരുത്തിലായൊക്കെ ഒരു സ്ഥിരം സ്ഥലം ഉണ്ടെന്നാ. പോസ്റ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. കോൾ റെക്കോർഡ്സ് എല്ലാം ക്ലീൻ ആണ്. പോസ്റ്റ് കാർഡ്സ് എല്ലാം അനലൈസ് ചെയ്യണം. ഓക്കെ സാർ. അതുപോലെ മരണം കഴിഞ്ഞിട്ട് അവിടെ വലിയ വലിയ ആൾക്കാർ വന്നെന്ന് പുള്ളിക്കാരത്തി തള്ളി. അയാളുടെ ഭാര്യയെ കന്യാസ്ത്രീ മെമ്പറൊക്കെ വന്നെന്നാ പറഞ്ഞേ. സ്റ്റീഫന്റെ വീട്ടിൽ ഒരു സർവൈലൻസ് അറേഞ്ച് ചെയ്ത് തരാം. ചെയ്യാം സാർ. എന്നെ ഒരു ഭയങ്കര സിഗരറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവന്മാർ കൊണ്ടുപോയി. കാണിച്ചു ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ പോണുണ്ടോ. ചേച്ചി ആ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുവാടാ? അളിയൻ എന്തേലും പറഞ്ഞായിരുന്നു? ഇല്ലെന്നേ, നിനക്കറിയത്തില്ലേ, അങ്ങേരെ എന്നോടൊന്നും പറയത്തില്ലെന്ന്. ഞാൻ അവരോട് പറഞ്ഞാൽ മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നാലും ഇത് അളിയൻ എങ്ങോട്ടാ മാറ്റിയത്? 1-2 സഞ്ചി ഉണ്ടായിരുന്നേ, എനിക്ക് ഉറപ്പാ. ആണോ? പിന്നല്ലേ. മാത്രമല്ല ആ ഒരു പെണ്ണ് തുരുത്തി കൂടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ആ അങ്ങനെ പറ. ആ കന്യാസ്ത്രീ എന്തോ ഒരു വശപ്പശക്ക് ഇല്ലായിരുന്നു അവർക്ക്. ഒന്നാന്തരം ഉടായിപ്പല്ലയോ, എന്നാ ഓട്ടോ അവരെ വഴി കിടന്നോടിയത്. ആ അതന്നെ, പോലീസിനെ കണ്ടപ്പോഴേ അവര് മുങ്ങി. ആ നീയും എന്നുവെച്ചാ ഞാൻ വെറുതെ അമ്മമാരുടെ മുമ്പിലോട്ട് പോയി ചാടി കൊടുക്കണ്ടല്ലോന്ന് ഓർത്താ. അതെ, ആ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തുവാടാ? ഞാൻ ഒന്ന് കറങ്ങി വെച്ച് പറയാം, കുറച്ച് പൈസ ഇങ്ങനെ നമ്മുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഉള്ള. ഇങ്ങനത്തെ ഒന്നെടുക്ക ചേച്ചി, എടുക്ക.